ട്രേഡിംഗ് മീഡിയയുടെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടാണ്. ഡൗ ജോൺസ് 149 പോയിൻറ്റും S&P 59 പോയിൻറ്റും നസ്ഡാക്ക് 284 പോയിൻറ്റും പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ് നിഫ്റ്റി 141 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റിയിൽ വലിയൊരു ഗ്യാപ്പാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. കാരണം ഗിഫ് നിഫ്റ്റി 141 പോയിൻറ്റ് പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ തിങ്കളാഴ്ച രാവിലെ ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ഗിഫ് നിഫ്റ്റി ഓപ്പൺ ആകും. അപ്പോൾ രാവിലത്തെ ഗിഫ് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് പോലെ ഇരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു ഗ്യാപ്പും. മിക്കവാറും ഒരു 100 പോയിൻറ്റിന് ഉള്ളിലുള്ളൊരു ഗ്യാപ്പപ്പ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഡേ ക്യാൻഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ച പ്രീ മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇവിടെ നിന്ന് നമുക്കൊരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കൃത്യമായിട്ട് അവിടെ നിന്നൊരു റിവേഴ്സ് ട്രെൻഡ് കാണിച്ചിട്ടുണ്ട്. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കഴിഞ്ഞ 2 ദിവസവും വ്യാഴനും വെള്ളിയും അവിടെ നിന്നൊരു റിവേഴ്സ് ഒരു ബൈയിങ് പ്രഷർ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ കഴിഞ്ഞ വീക്കിലി അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിലാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറുന്നത്. ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് ടോപ്പിൽ 26,341 നിലവിലെ ഓൾ ടൈം ഹൈ ആ ഒരു ലെവൽ വരയ്ക്കും മാർക്കറ്റിലൊരു കൺസോൾട്ടേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും 26,000 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് 26,000 കടക്കാൻ വേണ്ടിയിട്ട് നിഫ്റ്റി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മാർക്കറ്റിൽ നല്ല സെല്ലിംഗ് പ്രഷർ വന്നിട്ടാണ്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാം ഗ്രീൻ ക്യാൻഡിലാണ്. പക്ഷേ അവിടെ എല്ലാം സെല്ലിംഗ് പ്രഷർ വന്നിട്ടാണ് മാർക്കറ്റിനെ താഴോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് 15 മിനിറ്റിൻ്റെ ചാർട്ടിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന ലെവൽ ഇതാണ്. മാർക്കറ്റ് അവിടെ നിന്നാണ് കൃത്യമായിട്ട് ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിട്ടുള്ളത്. 15 മിനിറ്റിൽ ഞാൻ ഈ ലെവൽസ് എല്ലാം ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് പുതിയ ലെവൽസ് വരയ്ക്കാം. ഓക്കെ, 15 മിനിറ്റിൽ കൃത്യമായിട്ട് ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു സാധ്യത നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. ഹയർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇപ്പോഴും കൺസോൾട്ടേഷനാണ്. പക്ഷേ ലോവർ ടൈം ഫ്രെയിമിലോട്ട് 15 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ കൃത്യമായിട്ട് നമുക്കൊരു അപ് ട്രെൻഡ് ഒരു റിവേഴ്സ് സിഗ്നൽ അവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഈ ഒരു ഹൈ കണക്ട് ചെയ്ത് നമ്മളിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രെൻഡ് ലൈനിൽ അവിടെ ഒരു ബ്രേക്കൗട്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നിട്ടുണ്ട്. ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വരുന്നതെന്ന് പറയുന്നത് ഏകദേശം 3 റെസിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്യാൻ പറ്റും നമുക്ക്. ഇവിടെ 26,054 റേഞ്ചിൽ ഈ ഒരു റെസിസ്റ്റൻസ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മെയിനായിട്ട് വരുന്നത് 26,197, പിന്നെ വന്നിട്ട് നമ്മുടെ നിലവിലുള്ള ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 26,300 ലെവൽ വരും. ഓക്കെ, അപ്പോൾ അടുത്ത് മെയിനായിട്ട് വരുന്നത് ഇന്ന് മാർക്കറ്റിൽ തിങ്കളാഴ്ച മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ 26,054 മുകളിൽ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഏകദേശം നമുക്ക് ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ ഈ ഡിസംബർ തുടങ്ങിയതിന് ശേഷം നമുക്ക് 26 മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നില്ലായിരുന്നു ഇല്ലേ. ഈ ഒരു ലെവലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 25,950-നും 26,000-നും ഇടയ്ക്കൊക്കെ എപ്പോഴും മാർക്കറ്റ് അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നിട്ട് മാർക്കറ്റിനെ താഴോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെ ഇപ്പം നമുക്കൊരു ഗ്യാപ്പ് അപ്പിലൂടെ മാർക്കറ്റിന് മറികടക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ മാർക്കറ്റ് 26,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് അവിടെ ഒരു അപ് ട്രെൻഡ് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ഹയർ ലോ ഫോർമേഷൻ വന്നുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് ഒരു ഹൈ വന്നു, ഈക്വൽ ലോ വന്നു, ലോവർ ഹൈ വന്നു, ലോവർ ലോ പോയി, ലോവർ ഹൈ വന്നു. ഇവിടെ നമുക്ക് ലോവർ ലോയിലോട്ട് പോയില്ല, ഒരു ഈക്വൽ ലോ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്കൗട്ട് കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ ഇനി താഴോട്ട് ഒരു ഗ്യാപ്പ് ഇതിന് താഴെ ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്യാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു ഹൈ
ഈ ഒരു ഹൈക്ക് മുകളിൽ പുതിയൊരു ഹൈ, അതായത് ഈ ഹൈയുടെ മുകളിൽ പുതിയൊരു ഹൈ എന്തായാലും തിങ്കളാഴ്ച ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. 26 നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ലെവൽ 26,057 മുകളിൽ പുതിയൊരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് ഇവിടെ ഈ ഭാഗത്തെങ്ങാനും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഈ ഒരു ഭാഗത്ത് ഹൈ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ ആയി, ഈ ഹൈക്ക് മുകളിൽ ഹയർ ഹൈ ആയി. അപ്പോഴത്തേക്ക് നമുക്ക് ഓൾറെഡി ഇവിടെ ട്രെൻഡ് റിവേഴ്സ് ആയിക്കൊണ്ട് ഇവിടെ ഒരു ബെൻഡ് വന്നു ഇല്ലേ. കാരണം ഈ ഒരു ലോയ്ക്ക് തൊട്ട് മുകളിൽ ഒരു പുതിയൊരു ലോ വന്നു. അടുത്ത ലോ വന്നിട്ട് ഒന്നുകിൽ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ തിങ്കളാഴ്ച ഗ്യാപ്പ് അപ്പ് വന്നതിന് ശേഷം ഒരു ലോ ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കൃത്യമായിട്ട് ഒരു ബെൻഡ് ഇവിടെ രണ്ട് സൈഡിലോട്ടും വരും. കാരണം ഈ ഹൈക്ക് മുകളിൽ പുതിയ ഹൈ വരുമ്പോഴത്തേക്കും ഇവിടെ ബെൻഡ് വന്നു, ഈ ലോയ്ക്ക് മുകളിൽ പുതിയ ലോ വരുമ്പോഴത്തേക്കും ഇവിടെയും താഴെ ഒരു ബെൻഡ് വന്നു. അപ്പോൾ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നലിനുള്ള സാധ്യത ഓൾറെഡി മാർക്കറ്റിൽ തുടങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കയറ്റത്തിൽ 26,000 മുകളിൽ മാർക്കറ്റ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ സെല്ലേഴ്സ് അൺവൈൻഡ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ബൈയിങ്ങിലോട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അവിടെ നിന്നൊരു റിവേഴ്സ് സിഗ്നൽ കൺഫേം ചെയ്യാൻ പറ്റും ഹയർ ടൈം ഫ്രെയിമിൽ. നിലവിലിതിപ്പം ലോവർ ടൈം ഫ്രെയിമിലാണ് പറയുന്നത്, 15 മിനിറ്റിലാണ് പറയുന്നത്. ഈ ഒരു ട്രെൻഡ് റിവേഴ്സിൻ്റെ കാര്യം കൃത്യമായിട്ട് നമുക്ക് സെയിം പ്രൈസ് ആക്ഷൻ ഹയർ ടൈം ഫ്രെയിമിലും കിട്ടിയാൽ മാത്രമേ അവിടെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച ശ്രദ്ധിക്കുക, 26,050 മുകളിൽ 26,060 മുകളിൽ 15 മിനിറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിന് മുകളിലൊരു ഓപ്പണിംഗ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 100 പോയിൻറ്റിന് മുകളിൽ ഗ്യാപ്പ് അപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലൊരു ഓപ്പണിങ്ങിനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതിന് താഴെയാണ് ഓപ്പണിംഗ് വരുന്നതെങ്കിൽ 26,060 താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്കൗട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ 15 മിനിറ്റിൽ മുകളിലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസിങ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് വലിയ ടാർഗറ്റാണ്. ഏകദേശം 26,200 വരയ്ക്കും മാർക്കറ്റ് കയറി പോകാൻ സാധ്യതയുണ്ട്. ഇൻട്രാഡേ ലെവൽസ് കൂടെ നോക്കണം. ഇത് വന്നിട്ട് ഹയർ ടൈം ഫ്രെയിമിലാണ്, 15 മിനിറ്റിലാണ് ഈ ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസും മെയിനായിട്ടുള്ള സപ്പോർട്ടും റെസിസ്റ്റൻസും വരയ്ക്കുന്നത്. നമ്മുടെ ഇൻട്രാഡേ ലെവൽസ് കൂടെ നോക്കുക. ഇതിനിടയ്ക്ക് ഒരു 2 ലെവൽസെങ്കിലും കാണും. അതിൽ കൃത്യമായിട്ട് നമ്മൾ ടാർഗറ്റ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. എങ്കിലും ലോങ് ടൈം വ്യൂവിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ദിവസത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 26,062 മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 26,200 വരയ്ക്കും മാർക്കറ്റ് കയറിപ്പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. വരും ദിവസങ്ങളിൽ ഒരു പോസിറ്റീവ് ട്രെൻഡ് നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈ 26,320 ബ്രേക്കൗട്ട് കിട്ടി മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം ഈ 2 ലെവൽസുമാണ് മുകളിലോട്ട് കൃത്യമായിട്ട് നമുക്ക് ഈ ആഴ്ചയിൽ നോക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഈ ആഴ്ചയിലെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻട്രാഡേ ലെവൽസിലും വലിയ ബുള്ളിഷ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം ഒറ്റ ദിവസം കൊണ്ട് തന്നെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്യും. എങ്കിലും ഇൻട്രാഡേ ലെവൽസ് നോക്കിയിട്ട് വേണം കൃത്യമായിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. താഴോട്ട് നോക്കുകയാണെങ്കിൽ താഴോട്ടുള്ള ലെവലെന്ന് പറയുന്നത് നിലവിലുള്ള ക്ലോസിങ് 25,987, അതായത് വെള്ളിയാഴ്ചത്തെ ഹൈ വന്നിരിക്കുന്ന ലെവൽസ് ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരിക്കും. മാർക്കറ്റിൽ ഇതിനുള്ളിലാണൊരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ചിലപ്പം ഇതിൻ്റെ താഴോട്ട് വന്ന് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. ഓൾറെഡി നമുക്ക് ഇവിടെ നിന്നൊരു ഗ്യാപ്പ് അപ്പ് വരുമ്പം തന്നെ ഇവിടെ 26,000 സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തിരിച്ച് താഴോട്ട് വരുമ്പോഴത്തേക്കും 26,000 എന്നുള്ളത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അല്ലെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കും വന്നിട്ട് തിരിച്ച് ഈ ട്രെൻഡ് ലൈൻ, നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്ന ഈ ഒരു ട്രെൻഡ് ലൈൻ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യത വളരെ കൂടുതലാണ്. താഴോട്ട് 26,967 ഈ ഒരു 980 25,980 താഴോട്ട് 15 മിനിറ്റിൽ ബ്രേക്കൗട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ. എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഈ ട്രെൻഡ് ലൈനും നോക്കണം. അതുപോലെ തന്നെ ഈ ഒരു സപ്പോർട്ട് ലെവലും 25,896 എന്നുള്ള ലെവല്, ഈ ഒരു സപ്പോർട്ട് എടുത്തിട്ടുള്ള ഏരിയ, അവിടെ നിന്ന് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ 15 മിനിറ്റിൽ ഇവിടെ നിന്ന് താഴോട്ട് എൻട്രി എടുക്കുന്നവർ
മിനിറ്റിൽ ഇവിടെ നിന്ന് താഴോട്ട് ബ്രേക്ക് ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എൻട്രി എടുക്കുന്നവർ 890 ലെവൽ വരേക്ക് വന്നതിന് ശേഷം ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. താഴോട്ട് കൃത്യമായിട്ട് 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമേ താഴോട്ട് എൻട്രി എടുക്കാവൂ, അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു റിവേഴ്സിനുള്ള സാധ്യതയുണ്ട്. ഇതിന് താഴോട്ട് ലോ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ മാർക്കറ്റിന് ഒരു ഡൗൺ ട്രെൻഡിന് പോകത്തുള്ളൂ. കാരണം നിലവിലുള്ള ലോവർ ലോ എന്ന് പറയുന്നത് ഈ ഒരു ലോയാണ്. ഇനിയിപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഇവിടെ നിന്നൊരു ലോ ക്രിയേറ്റ് ചെയ്തിട്ട് മുകളിലോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ പുതിയ ലോ വരും, മാർക്കറ്റ് അപ് ട്രെൻഡ് കൺഫേം ചെയ്യാൻ പറ്റും. നമുക്ക് ഇൻട്രാഡേ ലെവൽസിലോട്ട് പോകാം. ഇൻട്രാഡേയിൽ വെള്ളിയാഴ്ച തന്നിട്ടുണ്ടായിരുന്ന ലെവൽസ്, ഏറ്റവും ടോപ്പ് ലെവൽ 25,984, 25,996 മാർക്കറ്റ് ഇതിന് മുകളിലാണ് മാർക്കറ്റ് ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിങ് വന്നത്. മാർക്കറ്റ് പിന്നെ ആ ഒരു ലെവലിനുള്ളിലാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഒരു കൺസോൾട്ടേഷൻ ഏരിയ ആയിരുന്നു. ഏകദേശം 70 പോയിന്റിലാണ് ആ ഒരു ഫുൾ ഡേ മാർക്കറ്റ് നിഫ്റ്റി ഫുള്ള് നിന്ന് കറങ്ങിയിട്ടുള്ളത്. ബിക്സും ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്രീമിയം നല്ല മെൽറ്റിങ്ങും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു 10 to 15 പോയിൻ്റൊക്കെ മാത്രമാണ് അന്ന് ഓപ്ഷൻ ബൈ ചെയ്തവർക്ക് സ്കാൽപ്പ് ചെയ്ത് എടുക്കാൻ പറ്റിയിട്ടുള്ളത്. അതിന് മുകളിലോട്ട് വലിയ ടാർഗറ്റിലോട്ടൊന്നും മാർക്കറ്റ് പോയിട്ടില്ല, കാരണം വിക്സും താഴോട്ടായിരുന്നു. ഇന്ന് തിങ്കളാഴ്ച വരുന്നത് നാരോ CPR ആണ്. 25,938 തൊട്ട് 25,956 വരേക്കാണ് CPR വരുന്നത്. ഏകദേശം 18 പോയിൻറ്റിൻ്റെ CPR ആണ്. മാർക്കറ്റ് ചിലപ്പോൾ ട്രെൻഡിങ് ആവാൻ സാധ്യതയുണ്ട്. ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുമ്പോൾ തന്നെ ഓൾറെഡി 100 പോയിൻറ്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ മാർക്കറ്റ് ഓൾറെഡി ട്രെൻഡിങ് ആവും. 26,070, 26,055 നമ്മുടെ 15 മിനിറ്റ് അനുസരിച്ചിട്ടുള്ള ഈ ഒരു ബ്രേക്കൗട്ട് ഏരിയ വരുന്നത്, ഈ ഒരു ബ്രേക്കൗട്ട് ഏരിയ. അപ്പം ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ, ഇൻട്രാഡേ ലെവൽസിൽ ഇതിന് താഴെയാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊരു റെസിസ്റ്റൻസ്, സ്ട്രോങ് റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. 26,070, 55 ഇവിടെ എങ്ങാനും ഒരു ഓപ്പണിംഗ് വരികയാണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് റെസിസ്റ്റൻസിന് സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യത്തെ 5 മിനിറ്റ് ക്ലോസിങ് വെയിറ്റ് ചെയ്യുക. ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ആദ്യത്തെ 5 മിനിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് മിക്കവാറും ആദ്യത്തെ ഒരു 5 മിനിറ്റിൽ ഈ ഒരു ലെവൽ വരയ്ക്കും ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. 26,000 ആ ഒരു ലെവലിലോട്ട്, 25,995, 26,012. അതായത് ഇതിനുള്ളിലാണ് ഒരു ഓപ്പണിംഗ് വരുന്നതെങ്കിൽ ഫസ്റ്റ് 5 മിനിറ്റ് ക്യാൻഡിൽ മിക്കവാറും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് മിക്കവാറും ബുള്ളിഷ് ആയിരിക്കും. ബുള്ളിഷ് ആകാനാണ്, ഒരു ഗ്യാപ്പ് അപ്പാണ് കിട്ടുന്നതെങ്കിൽ മാർക്കറ്റ് ചെറിയൊരു റീട്രേസ്മെൻറ്റ് താഴോട്ട് നടത്തിയിട്ട് മാർക്കറ്റ് തിരിച്ച് ബുള്ളിഷിലോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സപ്പോർട്ട് വരിക 26,012, 25,995 ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടാർഗറ്റ് 26,55, 26,070. ഇത് കൃത്യമായിട്ട് നമുക്ക് ബ്രേക്ക് ഔട്ട് കിട്ടണം. എവിടെ ബ്രേക്ക് ഔട്ട് കിട്ടണം? 15 മിനിറ്റിൻ്റെ ചാർട്ടിൽ ഈ ഒരു റെസിസ്റ്റൻസ് ഏരിയ 15 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രം മുകളിലോട്ട് എൻട്രി എടുക്കുക. നെക്സ്റ്റ് ടാർഗറ്റ് 26,120, 26,135. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇൻട്രാഡേ ലെവൽസ്. ബാക്കി അപ്ഡേഷൻസ് ലൈവ് മാർക്കറ്റിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടാകും. ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.